ഐറ്റം ഡാൻസുമായി ഷക്കീല. മലയാള സിനിമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ആബാലവൃദ്ധജനങ്ങളെയും തിയേറ്ററിലെത്തിച്ച നടിയാണ് ഷക്കീല. സൂപ്പർ താര ചിത്രങ്ങൾ പരാജയപ്പെട്ടപ്പോഴും ഷക്കീല ചിത്രങ്ങൾ നിറഞ്ഞോടുകയായിരുന്നു. എന്നാൽ ആക്ഷേപത്തിന്റെ ഭാഷയിലാണ് ഈ നടിയെ കേരളം ചർച്ച ചെയ്തത്. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് തനിക്കുള്ളതെന്നാണ് ഈയിടെ പുറത്തിറങ്ങിയ ആത്മകഥ വ്യക്തമാക്കുന്നത്. എന്തു ചെയ്താലും അതിൽ ഒന്നാമതാകണമെന്നത് തന്റെ ആഗ്രഹമായി ഷക്കീല പറയുന്നു. അവാർഡുകൾ ലഭിച്ചില്ലെങ്കിലും ആളുകൾ തന്നെ തിരിച്ചറിയുന്നതായി അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മലയാളം സമ്മാനിച്ചത് മോശം അനുഭവങ്ങളാണെന്ന് അവർ തുറന്നു പറയുന്നു. ഒരു ചിത്രത്തിൽ പുരോഹിതയുടെ വേഷം കഷ്ടപ്പെട്ട് അഭിനയിച്ചിരുന്നു. ചിത്രം കാണാൻ മേക്കപ്പ് മാനെ അയക്കുകയും ചെയ്തു. തിരികെ എത്തിയ മേക്കപ്പ് മാൻ ആകെ അസ്വസ്ഥനായിരുന്നു. കാരണം അതിൽ തന്റെ പുരോഹിത വേഷത്തേക്കാൾ കൂടുതൽ നഗ്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളായിരുന്നു. പത്രക്കാരെ വിളിച്ച് താൻ ഇനി മലയാളത്തിൽ അഭിനയിക്കാനില്ലെന്നും വരാനിരിക്കുന്ന 23 ചിത്രങ്ങളുടെ അഡ്വാൻസ് തിരികെ നൽകുന്നതായും അവർ അറിയിച്ചു. എന്റെ സിനിമയിൽ മോശം ബിറ്റുകൾ തിരികെ കയറ്റുകയായിരുന്നു. ആരെയാണ് കുറ്റപ്പെടുത്തുക? സംവിധായകനെയോ അതോ പ്രേക്ഷകരെയോ? എല്ലാവരും ഇതിന് ഉത്തരവാദികളാണെന്ന് ഷക്കീല പറയുന്നു. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.